സുഹൃത്തുക്കളെ, ഞാൻ അഭിശ്രമിക്കൽ നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ 786 എന്ന ഒരു മാജിക്കൽ നമ്പർ ഓഫ് സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്നിട്ടുള്ള ഈ ഒരു ഹൃദയം നിറഞ്ഞ പിന്തുണയ്ക്കും സ്വീകാര്യതയ്ക്കും സ്നേഹത്തിനും ഹൃദയം നിറഞ്ഞ നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വാട്ടർമെലൺ അതോ വത്തക്ക കൊണ്ട് ഒരു അടിപൊളിയായിട്ടുള്ള മിൽക്ക് സർബത്താണ്. വാട്ടർമെലൺ മിൽക്ക് സർബത്താണ്. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം, വീഡിയോ കാണാം. നമ്മുടെ വാട്ടർമെലൺ മിൽക്ക് സർബത്ത് അഥവാ വത്തക്ക മിൽക്ക് സർബത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1.5 കിലോ വെയിറ്റുള്ള വത്തക്കയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തുള്ള ഇറാനി വത്തക്കയാണ്. നിങ്ങൾക്ക് സാധാ വത്തക്കയാണ് കുഴപ്പമില്ല. പിന്നെ കട്ടിപ്പാൽ, കസ്കസ്, ബൂസ്റ്റ്, നറുനീണ്ടി നാരി സർബത്ത്, പിന്നെ കുറച്ച് വെള്ളം. ഇത്രയും സാധനം ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അവസാനം മുകളിൽ ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് റുമ്മാൻ പഴം എടുത്തിട്ടുണ്ട്. നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള വത്തക്ക കഷ്ണങ്ങൾ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് ആണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വത്തക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള നന്നാരി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മധുരത്തിന് വേണ്ടി പഞ്ചസാര മറ്റും ചേർക്കുന്നില്ല. അതുകൊണ്ട് ആവശ്യത്തിനുള്ള നന്നാരി സർബത്ത് നമ്മളിപ്പം തന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് റൗണ്ട് മിക്സിങ് കഴിഞ്ഞു. നമുക്കിനി ബാക്കി വന്നിട്ടുള്ള ഈ വത്തക്കയുടെ കഷ്ണങ്ങളും നമ്മുടെ ഇനി കട്ടിപ്പാൽ കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. നമ്മുടെ വാട്ടർമെലൺ മിക്സിൻ്റെ പേസ്റ്റ് റെഡി കഴിഞ്ഞ് നമുക്ക് ഒന്നും കൂടി അടിക്കാനുണ്ട്. കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് ഒരു പ്രാവശ്യം കൂടി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വത്തക്ക മിൽക്ക് സർബത്ത് ഏകദേശം റെഡിയായി. നമ്മൾ ബൂസ്റ്റൊക്കെ ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ ഒന്ന് അരിച്ചെടുത്തിട്ട് ഒരു ജഗ്ഗിലേക്ക് മാറ്റി വെക്കാം. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ വത്തക്ക മിൽക്ക് സർബത്ത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന സമയത്ത് തന്നെ നല്ല നറുനീണ്ടി സർബത്തിൻ്റെ സ്മെല്ലും ബൂസ്റ്റിൻ്റെ സ്മെല്ലും എല്ലാം വരുന്നുണ്ട്. ഗംഭീര ടേസ്റ്റ് ആയിരിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസ്സിലും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ കസ്കസൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് ബൂസ്റ്റ് പൊടി കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗംഭീര ടേസ്റ്റ് ആയിരിക്കും. കാണാനും നല്ല സ്റ്റൈലായിരിക്കും, ടേസ്റ്റും തന്നെ ഒന്നുകൂടി കൂടും. ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള റുമ്മാൻ പഴം, മാതളം, ചില സ്ഥലങ്ങളിലൊക്കെ മാതളം എന്നാണ് പറയുക, റുമ്മാൻ പഴം നമുക്ക് കുറച്ച് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. എനിക്ക് കിട്ടുന്നത് പക്ഷേ അത്ര ചുവപ്പില്ലാത്തതാണ് കേട്ടോ. നിങ്ങൾ നല്ല എടുക്കുമ്പോൾ നല്ല ചുവപ്പുള്ള നോക്കി എടുത്തു കഴിഞ്ഞാൽ കാണാനും നല്ല സ്റ്റൈലായിരിക്കും, ടേസ്റ്റും തന്നെ നന്നായിട്ട് മാറ്റം ഉണ്ടാവും. അപ്പോൾ നല്ല ചുമന്ന മാതളം തന്നെ നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ നറുനീണ്ടി നന്നാരി സർബത്ത് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ വാട്ടർമെലൺ മിൽക്ക് സർബത്ത് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ചാനൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.